ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിക്കൽ ഓരോ വിശ്വാസിയുടെയും കടമയാണ്. മുസ്ലിങ്ങളായ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയുമാണ്. അതല്ലാതെ മറ്റുള്ളവരോടും ദുനിയാവിന്റെ മറ്റു വസ്തുവകകളോടുമാണ് നമ്മുടെ താല്പര്യം കൂടുതലെങ്കിൽ നാം പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാത്തയാൾ യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല. കാരണം അവിടുത്തെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണല്ലോ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും എല്ലാ ജനങ്ങളെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല എന്ന് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങൾ പരതുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഒരാളിൽ 3 കാര്യങ്ങൾ ഉണ്ടായാൽ അവനിൽ ഈമാനിന്റെ മാധുര്യം ലഭിക്കും എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റെല്ലാവരെക്കാളും അവന് പ്രിയപ്പെട്ടവരായിരിക്കുക. അതായത് അവന്റെ ഫസ്റ്റ് പ്രയോറിറ്റി അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്. രണ്ടാമത്തേത്, അള്ളാഹുവിന് വേണ്ടി കോപിക്കുകയും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും ചെയ്യുക. അൽ ഹബ്ബു ഫില്ലാഹി വൽ ബഗ്ദു ഫില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം അവന്റെ കോപവും അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം അവന്റെ സ്നേഹവും എല്ലാം. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആയിരിക്കരുത് അവന്റെ ഒരു നീക്കങ്ങളും. മൂന്നാമത്തത്, അവിശ്വാസത്തിലേക്ക് മടങ്ങൽ തീയിൽ എറിയപ്പെടും പോലെ അവൻ വെറുക്കണം. സത്യം വിശ്വാസത്തിൽ നിന്ന് തെന്നു നീങ്ങുന്നതിനെ തൊട്ട് അവൻ പേടിക്കുകയും വെറുക്കുകയും ചെയ്യണം. തങ്ങളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ വളരെയേറെ പ്രാധാന്യമാണ് ഇസ്ലാമിലുള്ളത്. ഒരു സാധാരണ മനുഷ്യന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുകയില്ല. ഒരവസരത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു. അവിടുത്തോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, തീർച്ചയായും എന്റെ ദേഹമൊഴിച്ച് മറ്റെല്ലാത്തിനേക്കാളും അങ്ങനെക്ക് പ്രിയപ്പെട്ടയാളാകുന്നു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇല്ല ഉമറെ, താങ്കളുടെ ഈമാൻ പരിപൂർണമായിട്ടില്ല. എന്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവനെ തന്നെയാണ് സത്യം. നിന്റെ ദേഹത്തെക്കാളും ഞാൻ നിനക്ക് പ്രിയപ്പെട്ടയാളാകുന്നത് വരെയും നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. തീർച്ചയായും എന്റെ സ്വശരീരത്തെക്കാളും ഇപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടത് അങ്ങാണ്. ആ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്നാൽ ഇപ്പോഴാണ് ഉമറെ നിങ്ങളുടെ ഈമാൻ സമ്പൂർണ്ണമായി തീർന്നത്. സത്യവിശ്വാസികളുടെ സ്വശരീരത്തെക്കാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി ബന്ധപ്പെട്ടവരാകുന്നു എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വഹാബത്തിന്റെ ജീവിതം പഠിക്കുമ്പോൾ സ്വന്തത്തെക്കാളും മറ്റു സൃഷ്ടികളെക്കാളും അവർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം ജീവൻ ബലികൊടുത്തിട്ടും അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ പല യുദ്ധവേളകളിലും അവർ ശ്രമിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ അവിടുത്തെ സംരക്ഷിക്കാൻ വേണ്ടി മഹാനവറുകൾ നടത്തിയ ആത്മസമർപ്പണം ചരിത്ര പ്രസിദ്ധമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഹാബികളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന സ്ഥാനം അവർണ്ണനീയമാണ്. മക്കയിലെ ശത്രുക്കൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കുവാനായി ഹറമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അബൂ സുഫിയാൻ ബിൻ ഹർബ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സെയ്ദെ, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഈ സ്ഥാനത്ത് ഞങ്ങളുടെ അടുക്കൽ ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹത്തെ വധിക്കപ്പെടുകയും ചെയ്താൽ നീ നിന്റെ കുടുംബത്തോടൊപ്പം കഴിയുകയും ചെയ്യുകയാണെങ്കിൽ നിനക്കത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെ വെച്ചൊരു മുള്ളു തറയ്ക്കുന്നത് പോലും ഞാൻ എന്റെ കുടുംബത്തിലിരിക്കുന്നതിന് പകരം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നായിരുന്നു മറുപടി. ഇത് കേൾക്കേണ്ട താമസം അബൂ സുഫിയാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, മുഹമ്മദിന്റെ ആൾക്കാർ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ജനങ്ങളിൽ നിന്ന് ആരും ആരെയും സ്നേഹിക്കപ്പെടുന്നത് ഇന്നുവരെയും ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഉഹദ് യുദ്ധം നടന്ന ദിവസം അൻസാറുകളിൽപ്പെട്ട ഒരു സ്ത്രീയുടെ പിതാവും സഹോദരനും ഭർത്താവും കൊല ചെയ്യപ്പെട്ടു. അവർക്കറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തു സംഭവിച്ചു എന്നത് മാത്രമാണ്. സഹാബത്ത് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവിടുന്ന് ഖൈറിലാണ്, അൽഹംദുലില്ലാ, അല്ലാഹുവിന് സ്തുതി. എന്നിട്ടും അവർക്ക് മതിയായില്ല.
അവർക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമായിരുന്നു. തങ്ങളെ കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിന് സമാധാനമുണ്ടായത്. ഈ സഹാബികളുടെ സ്നേഹത്തെ ഏത് അളവുകോലുകൊണ്ടാണ് നമുക്ക് അളക്കാൻ സാധിക്കുക? ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും തന്നെ വധിക്കപ്പെടുന്നതിനേക്കാൾ ഗൗരവമായാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു കണ്ടത്. സമാനമായി തന്നെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വധിക്കാൻ കൊണ്ടുപോയ സമയത്തും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച സമാന ചോദ്യത്തിന് സമാനമായ മറുപടി ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹു നൽകിയതായും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമായതുകൊണ്ട് നാം അവിടുത്തെ സ്നേഹിക്കുന്നു എന്ന കാര്യം ശരിയാണ്. എങ്കിലും അവിടുത്തെയോട് നമുക്ക് സ്നേഹം ഉണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ച് കൃത്യമായി നാം പഠിച്ചാൽ സ്നേഹിക്കൽ നിർബന്ധമല്ലെങ്കിൽ പോലും അവിടുത്തെയെ നാം സ്നേഹിച്ചു പോകും. അതായിരുന്നു അവിടുത്തെ ജീവിതം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ സ്വഹാബികൾ മാത്രമായിരുന്നില്ല, ശത്രുപക്ഷത്തുള്ളവർ പോലും അതിയായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ തരത്തിൽ സ്നേഹിക്കപ്പെടാൻ കാരണം? ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹ കാരണങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.